ഇതൊരു പാനിക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും അറിയിക്കുന്നതാണ്. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ ഡയറക്ഷൻ ചെയ്താണ് ഏജൻസി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്നവർക്ക് കൊടുക്കും. അവരതിനെ സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടെയ്നേഴ്സ് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായിരിക്കും. അതെ, സീസ് ചെയ്യണം. ഇതിപ്പോൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കണ്ടെയ്നർ നമ്പേഴ്സ് എടുക്കുന്നേ ഉള്ളൂ. എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിന് കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സീഷർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ. ആസ് ഓഫ് നമ്മൾ അറിയുന്ന 7 7 ഇപ്പം നമുക്ക് കിട്ടിയ നമ്പർ. മോഡാലിറ്റീസ് വർക്കൗട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഹസാർഡസ് ഒന്നും ഇല്ല ഉറപ്പുവരുത്തുന്നുള്ളത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അപ്ഡേറ്റ് മനസ്സിലായി. അത് പക്ഷേ കസ്റ്റംസിന്റെ പെർവിലല്ല. അത് നമുക്ക് ഈ പറയുന്ന പോലെ കണ്ടെയ്നേഴ്സായിട്ടുള്ള ലിങ്കുള്ള ആക്ട് പ്രകാരം എല്ലാം. അതുകൊണ്ട് അത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സീനിയേഴ്സ് മീറ്റ് ചെയ്യുന്നവർ. അപ്പോൾ അതിന്റെ മീറ്റിംഗ് ഇപ്പം നമ്മുടെ സീനിയേഴ്സും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനം വരുന്നതനുസരിച്ച് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ പേര് വിശാഖ. ഞാനിവിടെ ട്രാൻഡ് ഓഫീസിൽ വരാം.